സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ വരവോടെ കേരളം സാക്ഷ്യം വഹിക്കുന്നത് 158 ഹൈന്ദവ സംഘടനകളുടെ മഹാസംഗമത്തിന് കൂടിയാണ്. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ചരിത്രത്തിൽ പുതു ഏടായി മാറുകയാണ് സർസംഘചാലകിന്റെ സാന്നിധ്യം. കേരള ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്രയും ഹൈന്ദവ സംഘടനകൾ ഒന്നിക്കുന്നതെന്ന് ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ ജനം ടിവിയോട് പറഞ്ഞു. 113 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനം, നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് മഹാപരിഷത്തിലേക്ക് എത്തുന്നത് ചരിത്ര നിയോഗം. സർസംഘചാലക് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ കേരളത്തിലെ 158 ഹൈന്ദവ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ ജനം ടിവിയോട് പറഞ്ഞു. കേരളത്തിലെ ഹിന്ദു സംഘടനകളെല്ലാം കൂടി ഒന്നിച്ച ഒരു കാലം ഒരുപക്ഷെ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടാവില്ല. 158 ഹിന്ദു സംഘടനകൾ അന്ന് ഇവിടെ 5-ാം തീയതി ഇവിടെ സംഘടിക്കുകയാണ്. അതിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഭാരവാഹികളും ഒക്കെ ഇവിടെ സംഘടിക്കുക. ഒരുപക്ഷെ ഞങ്ങൾ നേരിൽ കാണാത്ത അല്ലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഹിന്ദു നേതാക്കന്മാർ 5-ാം തീയതി ഇവിടെ എത്തിച്ചേരുകയാണ്. സർസംഘചാലകിന്റെ സാന്നിധ്യം പരിഷത്തിന് ലോകശ്രദ്ധ നേടാൻ സഹായകമാകും. ചട്ടമ്പി സ്വാമികളുടെ അനുഗ്രഹമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലൂടെ സാധ്യമാകുന്നത്. ഒരുപാട് മാറ്റം അദ്ദേഹത്തിന്റെ ഈ വരവ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നു. നാളുകളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെയൊക്കെ വലിയൊരു ഇരട്ടിയിൽ ഈ ഹിന്ദുമത മഹാമണ്ഡലം ലോകമറിയപ്പെടുന്ന ഒരു ഹിന്ദുമത കൺവെൻഷനായി മാറും. ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് RSS വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചതും പരിഷത്തിന് സഹായകമായി. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 400ഓളം മീറ്റിങ്ങുകൾ അവർ നടത്തപ്പെട്ടു RSSുമായി ബന്ധപ്പെട്ടുള്ള. കൂടാതെ ഗ്രഹസമ്പർക്കം ഒരു 10-12,000 കുടുംബങ്ങളിൽ അവർ ഈ അറിയിപ്പ് നൽകി കഴിഞ്ഞു. ഹിന്ദുമത മഹാമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമാണ്. സർസംഘചാലകിനെ സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. 1,00,000 ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷ. അദ്ദേഹം ഇവിടെ 1.25 മണിക്കൂർ സംസാരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കാവുന്നതാണ്. അതിനൊന്നും യാതൊരുവിധ തടസ്സങ്ങളും ഇവിടെ ഉണ്ടാവില്ല. ഏതാണ്ട് 1,00,000 പേർ അന്ന് ഇവിടെ പങ്കെടുക്കും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നടത്തിക്കഴിഞ്ഞു. 2-3 അവലോകന യോഗങ്ങൾ നടത്തി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട്. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായുള്ള കൂടിക്കാഴ്ചയുടെ മറക്കാനാകാത്ത അനുഭവങ്ങൾ ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ പങ്കുവെക്കുന്നത് ഇങ്ങനെ. ഈ പറയുന്ന പോലൊന്നും അല്ല. ഈ നമ്മളോട് വളരെ സൗഹാർദ്ദപരമായി അടുത്തിരുത്തി കെട്ടിപ്പിടിച്ച് ഏതാണ്ട് ഒരു 10-25 മിനിറ്റിൽ കൂടുതൽ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു. കേരളം ഇതുവരെ കാണാത്ത ഹൈന്ദവ മഹാസമ്മേളനത്തിനാണ് നാളെ പമ്പാതീരം ഹിന്ദു ഏകതാ സമ്മേളനത്തിലൂടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ജനം, പത്തനംതിട്ട.